നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഓരോ കാലാവസ്ഥയിലും നമുക്ക് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വിശേഷിച്ച് മഴക്കാലത്ത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന വേദന ഇതുപോലെ കാണുന്ന ഒരസുഖമാണ്. ഈ വേദന തന്നെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ചികിത്സയും കൃത്യമായി ലഭിക്കാറില്ല. സന്ധിവാതം, വാദസംബന്ധമായ അസുഖങ്ങളെല്ലാം ഇത്തരം പ്രശ്നങ്ങളിൽ ഒന്നാണ്. സന്ധിവാതവും അനുബന്ധ പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. കൊച്ചിയിലെ സെൻറ്റർ ഫോർ ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിസം എക്സലൻസിൽ ഡോക്ടർ പത്മനാഭ ഷെണായാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ മഴക്കാലത്ത് വിശേഷിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, പുറം വേദന, കാലുവേദന, കഴുത്തുവേദന, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുപോലെ കാണുന്നത്? സന്ധിവാതവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ കാണാം? സാധാരണ നമ്മുടെ ശരീരത്തിൽ നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ചലിക്കാനുള്ള ശേഷി, നമ്മുടെ ശരീരം ദൈവം നമുക്ക് തന്നേക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, എല്ലുകൾ വേണം, അതിൽ മസിൽസ് വേണം, അതായത് മാംസപേശികൾ വേണം. പിന്നെ അതിനെ നയിക്കാനായിട്ട് ബ്രെയിനിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ വേണം. ഇതിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന സിസ്റ്റമാണ് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസ്കുലോ സ്കെൽറ്റൽ, അതായത് നമ്മുടെ ഈ അസ്ഥിയിലും സന്ധികളിലും പേശികളിലും ഇവിടെ ഉണ്ടാകുന്ന വേദനകളെല്ലാം തന്നെ ഈ മഴക്കാലത്ത് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് നമുക്കറിയാം തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ തണുക്കുമ്പോൾ നീര് വീഴും, അല്ലെങ്കിൽ എഡീമ ഉള്ളത് അവിടെ അക്യുമുലേറ്റ് ചെയ്യും, അതായത് അവിടെ കെട്ടിക്കിടന്നിട്ടാണ് പലപ്പോഴും വേദനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ സന്ധിവാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് വേദന ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധിക്കും, ഈ മഴക്കാലത്ത് തണുപ്പും വരുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലത്ത് ആളുകളെ കൂടുതൽ വേദനയായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സന്ധിവേദന കൂടാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞു. നീർവീഴ്ച കൂടുകയും അതുപോലെ മൊബിലിറ്റി കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും വേദന ഈ കാലത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഡോക്ടർ, നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ വയസ്സായവർക്കാണ് സന്ധിവാദം അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖങ്ങൾ കൂടുന്നത് എന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ യുവാക്കളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അവർ തിരിച്ചറിയുന്നില്ല പലപ്പോഴും. വളരെ ശരിയാണ്. പലപ്പോഴും പണ്ട് കാലത്തെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായമാകുമ്പോഴാണ് തേയ്മാനം ഉണ്ടാകുന്നത്, സന്ധിവേദനയ്ക്കുള്ള ഒരേ ഒരു കാരണം തേയ്മാനമാണ്, അതുകൊണ്ട് പ്രായമാകുമ്പോഴാണ് സന്ധിവേദന ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു പഴയ ഒരു കൺസെപ്റ്റ്. ഈ സന്ധിവേദന എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ആർത്രൈറ്റിസ് അഥവാ സന്ധിവേദന എന്ന് പറയുന്നത് രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന സ്ഥലമാണല്ലോ സന്ധി. അവിടെ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് ഈ സന്ധിവാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ തന്നെ ബ്രോഡായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, നീർവീഴ്ച ഉള്ളവ അഥവാ ഇൻഫ്ലമേറ്ററി ടൈപ്പ്. രണ്ടാമത്തത് നീർവീഴ്ച ഇല്ലാത്തവ. ഈ നീർവീഴ്ച ഇല്ലാത്തവയാണ് ഈ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന അസുഖം. അത് സാധാരണ ഈ പ്രായമായവരാണ് കണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ ഈ ആർത്രൈറ്റിസിന് തന്നെ 150ഓളം അസുഖങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് തേയ്മാനം. ബാക്കി 145 അസുഖങ്ങളും, ഫോർ എക്സാമ്പിൾ ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE, ഗൗട്ട്, ഇതെല്ലാം 15 വയസ്സിനും 20 വയസ്സിലുള്ള ആളുകളിലാണ് കാണുന്നത്. അതുപോലെ തന്നെ 1 വയസ്സുള്ള കുട്ടിക്ക് വരെ ആമവാദമോ റുമറ്റോയിഡ് ആർത്രൈറ്റിസോ വരാം, അവർക്കും സന്ധിവേദന വരാം. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ സാർ, ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദിച്ചോളൂ. കോഴിക്കോടാണ്. ഹലോ ഹലോ, പറഞ്ഞോളൂ. രാധാകൃഷ്ണനാണ്, കോഴിക്കോട് നിന്നാണ്. വലത്തെ അടിഭാഗത്ത് ചെറു തരിപ്പ് പോലെ നടക്കുമ്പോ തരിപ്പാണോ വേദനയാണോ? ചെറിയ തരിപ്പ്, വേദന എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നടക്കുമ്പോ ഒരു പ്രയാസം. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണോ? രാവിലെ എഴുന്നേറ്റിട്ടില്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കാലിൽ തരിപ്പ് വരുന്നുണ്ട് അല്ലേ? അത് ബേസിക്കലി ഞരമ്പിൻ്റെ ഒരു തരത്തിലുള്ള എവിടെയെങ്കിലും കംപ്രസ് ആകുന്നതുകൊണ്ടോ ഞരമ്പിൻ്റെ ഒരു വീക്ക്നെസ് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമായിരിക്കും. ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖമാകാനാണ് സാധ്യത. അത് യൂഷ്വലി വാദസംബന്ധമായിട്ട് വരാൻ സാധ്യതയില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആമവാദം ഇതുപോലെ തന്നെ ഒരുപാട് ആശങ്കകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു അസുഖമാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ആമവാദം? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ഈ ആമവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് ഇത് മോഡേൺ മെഡിസിനിൽ ഇത് പറയുന്നത്. ഇതിന് വാതരക്തം എന്നാണ് ആയുർവേദക്കാർ പറയുന്നതെങ്കിലും ചിലർ അതിന് ആമവാദം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാദം 2 ടൈപ്പ് ഉണ്ടെന്ന്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, നീർവീഴ്ച ഉണ്ടാക്കുന്ന ടൈപ്പ് ആർത്രൈറ്റിസ് ആണ് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണിത്. നമ്മുടെ നാട്ടിലെ പ്രിവലൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം 3.5 ലക്ഷത്തോളം ആളുകൾ ഈ അസുഖം ബാധിച്ച് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ്. ഈ സാധാരണ ഇവർക്ക് തുടങ്ങുന്നത് കൈകളിലായിരിക്കും വേദന. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നീർവീഴ്ചയാണ്. നീർവീഴ്ച എന്ന് വെച്ചാൽ സന്ധികളിൽ വീക്കം ഉണ്ടാകുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കാൻ വയ്യ, അതിനെയാണ് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവർ പതുക്കെ ജോയിൻസ് മൂവ് ചെയ്ത് തുടങ്ങും.
അത് കഴിഞ്ഞ് പതുക്കെ ആ ഘട്ടത്തിൽ നോക്കിയില്ലെങ്കിൽ ഓരോരോ ജോയിൻറ്റുകളെ ബാധിച്ച് ഇത് മുട്ടുകളെ ബാധിക്കാം, കുഴകളെ ബാധിക്കാം, അങ്ങനെ ഓരോരോ ജോയിൻസിനെ ബാധിക്കും. ഡോക്ടർ ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ. സാർ നമസ്കാരം, പറഞ്ഞോളൂ. AS ആണ് അസുഖം. എന്താണ്? ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് അല്ലേ? പറയൂ. ഞാനിപ്പോ അതിന് ഇൻഡോകാപ്പ് എന്ന് പറയുന്ന മരുന്നാണ് കഴിക്കുന്നത്. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്. ഞാനൊന്ന് നീർന്നു ഇപ്പോ. നിവർന്നു. വെരി ഗുഡ്. ഇപ്പൊ രാത്രി എനിക്ക് ഉറക്കം നല്ലോണം ഉണ്ട്. വെരി ഗുഡ്. പിന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ. അല്ലെങ്കിൽ എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥ. വെരി ഗുഡ്. ഇത് ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു. വയറിനൊരു ഗുളികയുണ്ട്. എന്ത് ഗുളികയാണത്? അത് ഒരു ആന്റാസിഡ് പോലത്തെ ഒരു ഗുളികയാണ്. അതിന്റെ പേര് ഞാൻ എടുത്തില്ല സർ. ശരി. ഇത് അതും പിന്നെ ഇൻഡോകാപ്പും മാത്രമാണ് ഞാൻ കഴിക്കണത്. ശരി. ഇത് ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് ഇദ്ദേഹത്തിനുള്ളത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് നമ്മുടെ നട്ടലിനെ ബാധിക്കുന്ന ഒരു വാദമാണ്. നട്ടലിൽ നിന്ന് കശേരുക്കൾ കൂടി, സന്ധി എന്ന് വെച്ചാൽ 2 എല്ലുകൾ കൂടുന്ന സ്ഥലമാണ്. കശേരുക്കൾ നമുക്കറിയാം എല്ലുകളാണ്. ആ എല്ലുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് കൊണ്ടാണ് നമ്മുടെ നട്ടലുണ്ടാക്കിയേക്കുന്നത്. ഈ നട്ടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. നമുക്കെല്ലാം അറിയാം. ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച ഒരു യുവാവ് കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ വന്നിരുന്നു. സൈജോ എന്ന് പറഞ്ഞിട്ടൊരു കഥകളി എന്ന് പറഞ്ഞൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്തു. ഹീസ് മൈ പേഷ്യൻറ്റ്. അപ്പോൾ പുള്ളിയെ കണ്ടു കാണുന്ന നിങ്ങൾ വളഞ്ഞായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഏഷ്യാൻ ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ നട്ടെല്ലിനെ ബാധിക്കുന്ന ഒരു വാദമാണിത്, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്. വളരെ വേദനാജനകമാണ്. ഒരു 10-15 വയസ്സുള്ള യുവാക്കൾ, അതായത് നമ്മുടെ ആണ് ഇത് ബാധിക്കുന്നത്. ഇവർ പലപ്പോഴും കുനിഞ്ഞു പോകും, നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ സന്ധികൾ ബാധിച്ച് അവർ വികൃതമായിട്ട് നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്നൊരു ഗുളികയാണ് ഈ ഇൻഡോകാപ്പ് എന്ന് പറയുന്ന ഗുളിക. അതൊരു വേദന സംഹാരിയായിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നതെങ്കിലും ഈ അസുഖത്തിൽ അതിന് വേറെ പല പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ലെവൽ കുറച്ച് നല്ല രീതിയിൽ അവർക്ക് റിലീഫ് കൊടുക്കും. പക്ഷേ അതിനേക്കാളും നല്ല മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇൻഡോകാപ്പിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്കറിയാം. ഈ വേദന സംഹാരികൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കാം. അദ്ദേഹം പറഞ്ഞ പോലെ വയറിൽ അൾസർ ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഇൻഡോകാപ്പിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇൻഡോകാപ്പ് കഴിച്ച് കുറയാത്തവർക്ക് ഇന്ന് anti-TNF, അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ വില കുറച്ച് നാളുകളായിട്ട് വളരെയധികം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. വളരെ എഫക്റ്റീവാണ്. 90% രോഗികൾക്കും നല്ല രീതിയിൽ റിലീഫ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. പുള്ളി പറഞ്ഞൊരു വേർഡ് ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് മരിക്കാൻ വരെ തോന്നി. ഈ വേദന, കൃത്യമായ ചികിത്സയുടെ ഒരു ആവശ്യം. ഇവർ വേദന എന്ന് പറയുമ്പോൾ ഇവരെ നോക്കുമ്പോഴൊന്നും കുഴപ്പമില്ല ആർക്കും. പിന്നെ ഈ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്താണെന്ന് അറിയില്ല. അപ്പോൾ നടുവേദനയ്ക്ക് എന്താ, നീ എന്തെങ്കിലും തിരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗുളിക കഴിക്കും, നീ നടുവേദന പറഞ്ഞാൽ ജോലിക്ക് പോകാതിരുന്ന എങ്ങനെയാണ് ശരിയാകുന്നത്? ഫാമിലി പ്രഷർ വരും. പക്ഷേ ഇവർക്കാണ് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരിപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് നടുവേദന വന്നാൽ ഡിസ്ക് കൊണ്ട് മാത്രമല്ല പല വാതരോഗങ്ങളും വരാമെന്ന് നമ്മൾ മനസ്സിലാക്കി ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് പുറത്തൊരു വേദനയായിരുന്നു. പുറത്തെവിടെയാണ്? പുറത്ത് മധ്യഭാഗത്തായിട്ട്. അത് ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു തേയ്മാനാണെന്ന്. പിന്നെ മറ്റൊരു ഡോക്ടർ പറഞ്ഞു പുറത്ത് നീർവീക്കുണ്ടെന്ന്. ഇതിപ്പം മൂന്നാമതൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്, അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൈ തോളലിന്റെ എടുക്കുന്ന മുതൽ ഇടത് കൈ കംപ്ലീറ്റ് പുകച്ചില്. രാത്രി ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കമുണ്ട്. കൈ കഴക്കുന്ന പോലെയാണോ തോന്നുന്നത്? അതെ അതെ അതെ, ഭയങ്കര പുകച്ചില്. മുളക്. കഴുത്തിന് വേദനയുണ്ടോ? വേദനയില്ല. ഇത് ഈ ടൈപ്പ് വേദനകൾ നമ്മുടെ വേറൊരു അസുഖമുണ്ട്, പേശീവാദം എന്ന് പറയും, ഫൈബ്രോമയാൽജിയ. അതിൻ്റെ ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. ഈ ഫൈബ്രോമയാൽജിയ ഒരു കാലത്ത് ആൾക്കാർ വിചാരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ അസുഖമാണെന്നാണ്. എന്നുവെച്ചാൽ ഇവർക്ക് സ്കാൻ ചെയ്താൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം നോർമലായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനത്തിൽ, ഞരമ്പുകളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് ഇത് സാധാരണ തുടങ്ങുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 2 മുതൽ 3%, അത് നമ്മുടെ കേരളത്തിൽ 10 ലക്ഷം ആളുകൾ ഈ വേദന കൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 10 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. ഈ തുടങ്ങുന്നത് കയ്യിൽ കഴക്കിലായിട്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കാണും, കൈ കഴയ്ക്കുന്നു, ഇരിക്കുമ്പോൾ നടുവിൽ നിന്ന് താഴത്തോട്ട് കഴച്ചിറങ്ങുന്നു, അങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത്. ഇവർക്ക് സ്കാൻ ചെയ്താലും എക്സ്റേ എടുത്താലും എല്ലാം നോർമലായിരിക്കും. അവൻ പറയും തേയ്മാനമാണ്, അങ്ങനെ എന്തെങ്കിലും പറയും. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ട് ഞരമ്പുകളുടെ ഫംഗ്ഷനിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ.
ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, ഓക്കെ. പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരം, നമസ്കാരം. ഡോക്ടറെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക. പറഞ്ഞോളൂ. എന്റെ 2 കാലിന്റെ ഉം. മുട്ടിന് താഴോട്ട് ഭയങ്കര കിഴപ്പാ. കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ഉറക്കത്തിലാണോ? എപ്പോഴാണ് കൂടുന്നേ? ഉറക്കം കുറവാ. അല്ല, ഉറക്കത്തിന്റെ സമയത്താണോ ഇത് കൂടുന്നേ, അതോ ഉറക്ക സമയത്താ കൂടുതലും, പിന്നെ ഇരിക്കുന്ന സമയത്തും ഉണ്ട്. നടക്കുമ്പോഴുണ്ടോ? നടക്കാൻ പറ്റില്ല, നിൽക്കുമ്പോഴും ഇല്ല. നിൽക്കുമ്പോഴും ഇല്ല, ഉറങ്ങുമ്പോഴാണ് അല്ലേ? കൂടുതലും ഉറങ്ങുമ്പോഴും പിന്നെ ഇരിക്കുന്ന സമയത്തും ഇരിക്കാൻ പറ്റത്തില്ല. അതെ അതെ. കൈക്കൊന്നും ഇല്ല അല്ലേ? കൈക്കൊന്നും ഇല്ല, നടുവേദനയൊന്നും ഇല്ല? ഇല്ല 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 ഇല്ല. ഈ കാലിന് 2 മുട്ട് മുതൽ താഴോട്ട് ഭയങ്കര കിടപ്പാ. ഇത് തന്നെ ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് പോലെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതി, ഞരമ്പുകൾക്കുണ്ടാകുന്ന ഒരു ടൈപ്പുള്ള വാദമാണിത്. ഇത് പെരിഫറൽ ന്യൂറോപ്പതി എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് പലപ്പോഴും മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ, അതായത് സാധാരണ നമ്മൾ പറയത്തില്ല എഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലം ആണ്, എന്താണ് ഓടുമ്പോഴായിരിക്കും പ്രശ്നം. അതെ. ഇത് സാധാരണ ജോയിൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കും, ഇത് ഞരമ്പിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഇത് ഫൈബ്രോമയാൾജിയയുടെ ഗണത്തിൽ വരുന്നതാണ്. ഇത് നല്ലൊരു ഡോക്ടറെ കാണുക, അതിന് ഞരമ്പുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് നോർമൽ ആണെങ്കിൽ ചെറിയ മരുന്ന് പ്രീഗബാലിൻ പോലെയുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഇത് കുറഞ്ഞു വരും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ പല അസുഖങ്ങളും ഈ സ്കാനിങ്ങിലൂടെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ലക്ഷണങ്ങൾ കൊണ്ട് നമ്മളിത് തിരിച്ചറിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോകേണ്ടത്? പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആർത്രൈറ്റിസും പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയും. എന്ത് പാറ്റേൺ, ഏത് ജോയിൻസിനെ ബാധിക്കുന്നു, എപ്പോൾ ബാധിക്കുന്നു, അങ്ങനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ 150 അസുഖങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. വിദഗ്ധനായ ഒരു ഡോക്ടർ, റുമറ്റോളജിസ്റ്റിൻ്റെ സേവനം എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴാണ് സേവനം തേടേണ്ടത്, അതാണ് ചോദ്യം. സേവനം തേടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റിന് നീർവീഴ്ച വരുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോഴും മുട്ടിന് വേദന തുടങ്ങുന്നു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നടുവിന് വേദന, നടന്നു കഴിയുമ്പോൾ കാലിൽ എന്തെങ്കിലും നല്ല രീതിയിൽ നീര് വെച്ച് വരുന്നു, മുട്ടിന് നീര് വെച്ച് വരുന്നു, അങ്ങനെയുള്ള ജോയിൻസിന് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴോ സന്ധികളിൽ വേദന ഉണ്ടാകുകയാണെങ്കിലാണ് നമ്മളെപ്പോഴും ഒരു ഡോക്ടറെ ഉടനെ തന്നെ കാണണം. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കും. എല്ലാം സ്കാൻ ചെയ്താലോ എക്സ്റേ എടുത്തു കഴിഞ്ഞാലോ അതൊരു 10% ആണ്. 90% ഈസ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഹിസ്റ്ററി. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഈ കാർഡിയോ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രമേഹം ഇതൊക്കെ ഉള്ള ആളുകൾ പലപ്പോഴും ഈ 2 മരുന്നുകളും കൂടെ കഴിച്ചാൽ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഈ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മരുന്ന് മാത്രം കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ മറ്റത് ആക്സിലറേറ്റ് ആകും. അപ്പോൾ എങ്ങനെയാണ് ഇവർ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കും 25% ആളുകൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം വാദസംബന്ധം എന്തെങ്കിലും ഒരു വേദനകൾ ഉണ്ടാകും. സാധാരണ ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഫ്രോസൺ ഷോൾഡറാണ്. ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ചാൽ കൈ പൊക്കാൻ പറ്റത്തില്ല, ഷുഗർ ഉണ്ടായിരിക്കും, ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ മോർണിംഗ് സ്റ്റിഫ്നെസ്സും അവർക്കെല്ലാം മോർണിംഗ് സ്റ്റിഫ്നെസ്സും കാണും. അപ്പോൾ ഡയബറ്റീസ് എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ സന്ധികൾക്കുണ്ടാകുന്ന ടെൻഡൻസിന് നീർവീഴ്ച വരും, ടീനോസൈനോവൈറ്റിസ്, അത് കൈ മടക്കാൻ പറ്റാതെ വരും. അതിൽ ഈ ഫ്രോസൺ ഷോൾഡറാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഫ്രോസൺ ഷോൾഡർ തന്നെ പലപ്പോഴും സമയത്ത് കണ്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ 1-1.5 ആഴ്ചയുടെ ചികിത്സ മതി. ചെറിയ ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് വേണ്ടി വരും, ഫിസിയോതെറാപ്പി വേണ്ടി വരും, ദേ വിൽ ബി ബാക്ക് ടു നോർമൽ ലൈഫ്. അല്ലെങ്കിൽ ഒരു 3-3.5 വർഷത്തോളം ഇവർ സഫർ ചെയ്യും. ഡോക്ടർ കോളിന് ശേഷം തുടരാം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. അയ്യാ, നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ചങ്ങനാശ്ശേരി നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എനിക്ക് 70 വയസ്സുണ്ട്. പറഞ്ഞോളൂ. എന്റെ പ്രശ്നം, എനിക്ക് നടുവിന് വേദന ഉണ്ടാകുന്നുണ്ട്. അത് വെറുതെ വീട്ടിലിരിക്കുമ്പോഴോ അല്ലാത്ത സമയത്തോ ഒന്നും വേദനയില്ല, വീട്ടിൽ കൂടെ നടക്കുമ്പോഴും ഇല്ല. പക്ഷെ പുറത്തിറങ്ങി മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പം നടന്ന ഒരു കഷ്ടിച്ച് 100 മീറ്റർ നടക്കുമ്പോൾ എന്റെ നടുവിന് വേദന തുടങ്ങും. ആ വേദന 2 സൈഡിലേക്ക് വന്ന് കാലിലേക്ക് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചുവട് പോലും നടക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. 1 മിനിറ്റ് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ നടക്കാം. നമ്മൾ ഇത് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ നമ്മൾ ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അത് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഡിസ്ക്രിപ്ഷനാണിത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എഴുതിയ പോലെ പുള്ളി പറയുന്നത്. അത് ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സുഷുമ്നാ നാഡിയിൽ തൊട്ട് പുറകിൽ ഡിസ്കുകളുണ്ട്. ഈ ഡിസ്ക് വന്ന് ഞരമ്പിൽ തട്ടും. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും, IVDP, ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും. അതിനാണ് ഡിസ്ക് അകൽച്ച എന്നൊക്കെ നാട്ടുകാർ പറയുന്നത്, സാധാരണക്കാർ പറയുന്നത്. അപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് സുഷുമ്നാ നാഡിയിൽ തട്ടുമ്പോൾ അവിടെ നിന്നുള്ള ന്യൂറോളജിക്കൽ സിഗ്നൽസ് താഴത്തോട്ട് വരത്തില്ല. അതുകൊണ്ട് കുറച്ച് നടന്നു കഴിയുമ്പം പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യണം, പിന്നെ വീണ്ടും നടക്കണം. ഇതിനെയാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് ആയിരിക്കും. ഇത് സാധാരണ MRI സ്കാൻ എടുത്ത് നോക്കണം, അല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ MRI സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏത് ഡിസ്ക് എത്രമാത്രം വന്നിട്ടുണ്ടെന്ന്. യൂഷ്വൽ കേസിൽ ചെറിയ ഇഞ്ചക്ഷൻ, ചിലപ്പം വളരെ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ ചെറിയ സർജറിയോ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഡോക്ടറെ കാണുക, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. ഡോക്ടർ, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ യൂറിക് ആസിഡിൻ്റെ ഇഷ്യൂസ് അല്ലേ? അപ്പോൾ അതെന്താണ്, ലക്ഷണങ്ങൾ എന്താണെന്നെല്ലാം ഒന്ന് പറയാമോ? യൂറിക് ആസിഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇൽ ട്രീറ്റ് ചെയ്യുന്നതും മിസ്ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം.
നമ്മുടെ നാട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു 30% ആളുകളിൽ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. പക്ഷേ യൂറിക് ആസിഡ് കാരണമുണ്ടാകുന്ന സന്ധിവേദന അത് ഇതിലൊരു 10% ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ റെലവൻസ് എന്താണെന്ന് ഞാൻ പറയാം. പലപ്പോഴും ഒരാൾക്ക് ആമവാദമായിരിക്കും. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തു, യൂറിക് ആസിഡ് കൂടുതലാണ്, നമ്മളതിനെ യൂറിക് ആസിഡ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആമവാദം മാറത്തില്ല. ഞാൻ പറഞ്ഞത് ചക്ക വീണതുകൊണ്ടായിരിക്കത്തില്ല മൊയില് ചത്തത്. യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന സന്ധിവേദനയെ നമ്മൾ പറയുന്നത് ഗൗട്ട് എന്നാണ്. ഈ ഗൗട്ടിൽ വേദന ഉണ്ടാകുന്നത് ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ ഒരു ജോയിൻറ്റിൽ എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറയും, ഞണ്ട് കടിച്ച പോലെ നമ്മുടെ തള്ളവിരലിലോ ഏതെങ്കിലും ഒരു മുട്ടിലോ നീര് വെച്ച് വരും. 2-3 ദിവസത്തിന് ശേഷം അത് തന്നെ അങ്ങ് ശരിയാകും. അത് കഴിഞ്ഞ് അടുത്ത ജോയിൻറ്റിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതാണ് ഗൗട്ടിൻ്റെ വേദന. അല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദന ഗൗട്ടിൽ വളരെ അൺകോമൺ ആയിട്ടാണ് ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, ചിലപ്പം ആമവാദമായിരിക്കും, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരിക്കും, സന്ധികൾക്കായിരിക്കും വേദന. ഈ പാറ്റേൺ നോക്കാതെ പലപ്പോഴും ലാബിൽ പോയി നമ്മൾ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത കടയിൽ പോയിട്ട് ഏതെങ്കിലും ലോക്കൽ ഡോക്ടറെ കണ്ട് യൂറിക് ആസിഡിൻ്റെ ഗുളിക കഴിക്കും. പക്ഷേ അസുഖം ശരിയാകത്തില്ല. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പം യൂറിക് ആസിഡിൽ പലപ്പോഴും ഞാൻ പറഞ്ഞു ഫ്ലീറ്റിംഗ് ജോയിൻറ്റ് പെയിൻസ് പറഞ്ഞു. ഒരു ജോയിൻറ്റ് എഫക്റ്റ് ആയി കുറച്ച് ദിവസം കഴിഞ്ഞ് അത് പോയി, പിന്നെ വീണ്ടും അടുത്ത ജോയിൻറ്റ് വരുന്നു. ഇപ്പോൾ ഇതിൽ യൂറിക് ആസിഡ് കൂടുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറ്റുന്നത്, ജോയിൻറ്റ് പെയിൻ വന്നു, അടുത്ത കടയിൽ പോയി ഒരു വേദന ഗുളിക മേടിച്ച് 3 ദിവസം കഴിയുമ്പോൾ ശരിയായി, പിന്നെ 3 മാസം കഴിഞ്ഞാൽ ഇവൻ വരുന്നേ. അപ്പോൾ ഇവരത് മൈൻഡ് ചെയ്യത്തില്ല. ഗൗട്ടുള്ള പേഷ്യൻസിന് ഓൾറെഡി കിഡ്നിയിൽ യൂറിക് ആസിഡ് പുറത്തോട്ട് പോകാത്തത് കൊണ്ടാണ് ബ്ലഡ് ലെവൽ കൂടുന്നത്, ഇങ്ങനെ വേദന ഉണ്ടാകുന്നത്. അതുകൊണ്ട് കിഡ്നി അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻ കില്ലർ കൂടി കഴിക്കുമ്പോൾ എന്ത് പറ്റും, കിഡ്നി ഫംഗ്ഷൻ പലപ്പോഴും പതുക്കെ കുറഞ്ഞിട്ട് യൂറിക് ആസിഡ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ വരുമ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ ഒരു ഗൗട്ടുള്ള പേഷ്യൻ്റ് നമ്മുടെയൊക്കെ വരുന്നത്. അപ്പോഴേക്കും കിഡ്നിയുടെ ക്രിയാറ്റിനും കൂടി ഒരു 1.8-2 ആയി കാണും. കിഡ്നി ഫെയിലിയർ കൂടി അതിൻ്റെ മുകളിൽ വരും. അതുകൊണ്ട് ഗൗട്ടുള്ള പേഷ്യൻസ് കറക്റ്റായിട്ട് ഫസ്റ്റ് യൂറിക് ആസിഡ് കൊണ്ട് തന്നെയാണോ വേദന എന്ന് കണ്ടുപിടിക്കുക, അതിന് ഡോക്ടറെ കാണിക്കുക, റുമറ്റോളജിസ്റ്റിനെ കാണിക്കുക. 2, അതുകൊണ്ടാണെങ്കിൽ ചെറിയൊരു ഗുളികയോ അര ഗുളികയോ ചെറിയ ഫുഡ് റെസ്ട്രിക്ഷൻസോ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുള്ളായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. സാർ, ഞാനേ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ കൈ ഉച്ചതിരിഞ്ഞാൽ എനിക്ക് പനിയാണ് എല്ലാ ദിവസവും. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം എന്നും പനിയാ. എപ്പോഴും തണുപ്പാണ് ശരീരത്തിൽ, എപ്പോഴും പുതച്ചിരിക്കാനും പുതച്ച് കിടക്കാനും താല്പര്യം. പിന്നെ വിരലുകൾ തമ്മിൽ എന്തെങ്കിലും തണുപ്പുള്ള സാധനങ്ങൾ പാകം ചെയ്യുമ്പോഴൊക്കെ വിരലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് ഭയങ്കര വേദനയാണ് സന്ധിക്കൊക്കെ. അത് എന്താ അതിന് ചെയ്യേണ്ടത്? എത്ര പനി, എത്ര 101-102 വരുന്നുണ്ടോ? ചെറിയ പനിയാണോ വരുന്നത്? പനി ഇത്തിരി കൂടുതലായിരുന്നു. അത് ഗുളിക കഴിക്കുമ്പോ കുറയുന്നുണ്ട്. പക്ഷെ ഈ ശരീരത്തിൽ നിന്ന് തണുപ്പ് പോണില്ല. എനിക്ക് മഴ പെയ്യുമ്പോഴേക്കും ഭയങ്കര തണുപ്പാണ്. സാധാരണ ഈ സന്ധിവേദനയും പനിയായിട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ കണ്ടുവരുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളാണ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ ശക്തിയുടെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് സാധാരണ സന്ധിവേദനയും പനിയായിട്ട് വരുന്നത്. എസ്പെഷ്യലി ലേഡീസ് ആകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പനി എന്നുള്ളത് പനി ഉണ്ടോ നോക്കുക. ഒരു തെർമോമീറ്റർ വെച്ച് നോക്കുക, 100 ഉണ്ടോ 101 ഉണ്ടോ നോക്കുക. അത് നമ്മൾ സാധാരണ പനിയായിട്ട് തോന്നുന്നതാണോ നോക്കുക. പനി ഉണ്ടെങ്കിൽ അത് വളരെ അർജൻറ്റായിട്ട് തന്നെ ഒരു നല്ല ഡോക്ടറെ കാണണം. കാരണം SLE, സ്റ്റിൽസ് ഡിസീസ് തുടങ്ങിയ റെയറായിട്ട് കാണുന്ന ചില വാദങ്ങളുടെ ആരംഭ ലക്ഷണങ്ങളിലാണ് ഈ പനി വരുന്നത്. ഈ പനി വേദന എന്നൊക്കെ പറയുന്നത് ശരീരം തരുന്ന സിഗ്നൽസാണ്. നമുക്ക് പറയുന്നത് നിങ്ങൾ എവിടെയാണ് രോഗമെന്ന് കണ്ടുപിടിച്ചോളൂ. പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നത്, പാരസ്റ്റമോൾ, ഇപ്പോൾ അമ്മ പറഞ്ഞ പോലെ പാരസ്റ്റമോൾ കഴിച്ച് നമ്മൾ പനി കുറയ്ക്കും, കണ്ണടച്ച് ഇരുട്ടാക്കും. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ശരിയാണ്. പക്ഷേ അടുത്ത ദിവസം 2 മണിയാകുമ്പോൾ വീണ്ടും അടുത്ത പാരസ്റ്റമോൾ കഴിച്ചിട്ട് വീണ്ടും പനി വരും. അപ്പോൾ പറഞ്ഞു വന്നത് ശരിക്കും പനി ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വിദഗ്ധനായ റുമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ പനി വരുന്നതും ആർത്രൈറ്റിസ് ഒന്ന് കണ്ടുപിടിക്കുക. ടെസ്റ്റുകൾ ചെയ്താൽ അറിയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ SLEയും അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള അസുഖമാണ്. SLE എന്താണെന്നും ലക്ഷണങ്ങളും ഒന്ന് ചുരുക്കി പറയാം. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്നുള്ള ചുരുക്കിയ പേരാണ് SLE എന്ന് പറയുന്നത്. SLE നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഇത് ഞാൻ പറഞ്ഞു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസോർഡറാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് തുടങ്ങും. ഇതെന്താ പറയുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്കെതിരെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ വീട്ടിലെ പട്ടി വീട്ടുകാരനെ കടിക്കുന്ന പോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഓൺ ഓർഗൻസിനെ റിജക്റ്റ് ചെയ്യും, അതായത് പുറന്തള്ളാൻ നോക്കും. അത് സാധാരണയായിട്ട് തുടങ്ങുന്നത് സന്ധിവേദനയായിട്ടായിരിക്കും. പക്ഷേ ഈ സാധാരണ ബാധിക്കുന്ന ഒരു 15 വയസ്സും 10 വയസ്സുള്ള 20 വയസ്സുള്ള പെൺകുട്ടികളെ ആയിരിക്കും. ഇവർക്കിത് വന്നു കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് തുടങ്ങുമെങ്കിലും ഈ വിട്ടുമാറാത്ത പനി, ക്ഷീണം, മുഖത്ത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ചുമന്ന് വരിക, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, അമിതമായ മുടി കൊഴിച്ചിൽ, അങ്ങനെ തുടങ്ങിയിട്ട് അത് ബ്രെയിനിനെ ബാധിക്കാം. ശരീരത്തിലെ ഹെഡ് ടു ടോ
എല്ലാ അവയവങ്ങളെയും ബാധിച്ച് മരണത്തിന് വരെ കാരണമാകുന്ന ഒരു അസുഖമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമാണ് SLE. പക്ഷേ ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ പേഷ്യൻ, എനിക്കൊരു 1500-2000 SLE പേഷ്യൻസ് ഉണ്ട്. അതിൽ ഒരു 98% ആളുകളും സാധാരണ എയർ ഹോസ്റ്റസ് വരെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ചുമടെടുക്കുന്നവരുണ്ട്. പക്ഷേ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കൃത്യമായി ചികിത്സിക്കണം, അത്രയേ ഉള്ളൂ. പലപ്പോഴും ഇത് കണ്ടുപിടിക്കാനുള്ള ഡിലേ, നമ്മൾ ഈ പാരസ്റ്റമോൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പണി മേടിക്കുക. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, പറഞ്ഞോളൂ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഈ പുറത്തിന് ഭയങ്കര വേദനയാണ്. എത്ര നാളായി തുടങ്ങിയിട്ട്? കിടന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. എഴുന്നേൽക്കുമ്പോഴാണോ വേദന? കിടന്ന് തിരിയാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. രാവിലെ എണീറ്റ് കുറച്ച് ഒരു 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ആ വേദന അങ്ങ് പോകും. അതെ, ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ബാക്ക് ഏക്ക്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വേദന എല്ലാം ഡേഞ്ചറസ് ആണ്. രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ വേദനയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നീര് കെട്ടിക്കിടക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ നീര് കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ഈ പുറത്ത് വരുവാണെങ്കിൽ 2 അസുഖങ്ങളാണ് സാധാരണയായിട്ട് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വേദനകളായിട്ട് വരുന്നത്. ഒന്ന് നട്ടെല്ലിന് നീര് വയ്ക്കുന്ന ആങ്കൈലോസിങ് സ്പോണ്ടിലൈറ്റിസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, നട്ടെല്ലിനെ കശേരുക്കളെ ബാധിക്കുന്ന വാദം. രണ്ടാമത്തെ ഒരു അസുഖം എന്ന് പറയുന്നത് ഒരു പോളിമയാൾജിയ റുമാറ്റിക്ക എന്ന് പറയുന്നത് മസിൽസിനെ ബാധിക്കുന്ന വാദം. എന്താണെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു ESR ചെക്ക് ചെയ്യണം, ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണണം. കാരണം ഈ ആങ്കൈലോസിസ് നീരുണ്ടെങ്കിൽ എന്ത് പറ്റും? നീര് തീ പോലെയാണ്. തീ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ചാരം ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. ഇറ്റ്സ് ഡേഞ്ചറസ്. അതുപോലെ നീരുണ്ടെങ്കിൽ ആ നീര് അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഫൈബ്രോസിസ് വരും, തേയ്മാനം ഉണ്ടാകും. അപ്പോൾ നീര് സമയത്ത് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കും. തീ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തീ അണച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അതുപോലെ തന്നെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വേദന നീർവീക്കത്തിൻ്റെ ലക്ഷണമാണ്. നീർവീക്കത്തിൻ്റെ എന്താണ് അസുഖമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാനും സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, സന്ധിവേദനയൊക്കെ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ എന്തെങ്കിലും എടുക്കാൻ പറ്റും? എക്സസൈസ് ചെയ്യുക. മഴക്കാലത്തുണ്ടെങ്കിൽ തന്നെ കുറച്ചൊരു കോൾഡ് പ്രൊട്ടക്ഷൻ എടുക്കുക. രണ്ടാമത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. കാരണം ഈ മഴ വരുന്നതുകൊണ്ടല്ല ഈ അസുഖം ഉണ്ടാകുന്നത്. നമുക്കുള്ള വേദനകൾ നമ്മൾ ഈ മഴ വരുമ്പോൾ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. നമ്മളത് കൂടുതൽ ഫീൽ ചെയ്യും. കാരണം നീര് ഉള്ളതുകൊണ്ട്, നമ്മൾ മഴക്കാലത്ത് തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ മൂവ് ചെയ്യത്തില്ല. ആ തണുപ്പുള്ളതുകൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സന്ധികൾ ചലിപ്പിക്കുക, ജോയിൻറ്റ്സ് നന്നായിട്ട് മൂവ് ചെയ്യുക. അതുപോലെ കാലിന് പ്ലാന്റർ ഫേഷ്യറ്റിസോ അങ്ങനെ വേദനയുള്ളവരാണെങ്കിൽ ചെരുപ്പിട്ട് നടക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പൂർണ്ണമായിട്ടും ഒരു പരിധി വരെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം ഡോക്ടർ, ഇതിന് കൃത്യമായ മരുന്ന്, ഇപ്പോൾ ചിലരെന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റസുഖങ്ങളെ പോലെ ഒന്ന് മരുന്ന് കഴിച്ചു മാറി, മരുന്ന് നിർത്തി. പക്ഷെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കണം. വളരെ കറക്റ്റാണ്. ഈ ക്രോണിക് അസുഖങ്ങളിൽ ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും SLE ആണെങ്കിലും നമ്മൾ അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത്, ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തിരിച്ചു വരത്തില്ല. തിരിച്ചു വരുന്നൊരു 3 മാസം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വരുന്നത് ആദ്യത്തേതിൻ്റെ ഡബിൾ സ്ട്രെങ്ത്തിലായിരിക്കും വരുന്നത്. പക്ഷേ നേരെ നന്നായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് മരുന്ന് കുറച്ച് കൊണ്ടുവന്ന് തീരെ കുറച്ച്, ചിലപ്പോൾ ആഴ്ച 1 ടാബ്ലറ്റോ 2 ടാബ്ലറ്റോ കഴിച്ചാൽ മതിയാകും. അതിന് പകരം ഇവർ അസുഖം കൺട്രോൾ ആകുമ്പോൾ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഡബിൾ ഡോസ് വീണ്ടും തുടങ്ങേണ്ടി വരും. ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞ് ഒരു ഡോക്ടറുടെ സഹായത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും മരുന്നുകളുടെ ഡോസ് കാലക്രമേണ കുറഞ്ഞ് വന്ന് നമ്മൾ ഒരു മെയിൻ്റനൻസിനായിട്ട് 1-2 ഗുളികൾ വേണ്ടി വരും. ഒരു 25% ആളുകൾക്ക് പൂർണ്ണമായിട്ടും മരുന്ന് നിർത്താനും സാധിക്കും. അത് പക്ഷേ രോഗി തന്നെ പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വേദന സംഹാരികൾ കഴിക്കുന്നവരോടുള്ള ഒരു മെസ്സേജോടുകൂടി നമുക്കിത് ഈ വേദനയ്ക്ക് ഞാൻ പറഞ്ഞു, വേദന എന്താണ്? സിഗ്നലാണ്. എന്താ നമ്മുടെ ബോഡി തരുന്ന സിഗ്നൽ? ഈ 150-200 അസുഖങ്ങളുണ്ട്, ഇതിൽ ഏതോ നിനക്കുണ്ട്, നീ നന്നായിട്ട് ഡോക്ടറെ കണ്ടോളൂ, നീ അത് ചികിത്സിച്ച് മാറ്റാമെന്നുള്ള സിഗ്നലാണ്. പക്ഷേ നമ്മൾ വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുവാണ്. നമ്മുടെ അസുഖം കൂടും, പക്ഷേ വേദന കുറയും, സിഗ്നൽ മാറും. അതുകൊണ്ട് വേദന സംഹാരി കഴിക്കുന്ന ഒരു ടെമ്പററി, ഒരു ദിവസത്തേക്ക് കഴിക്കാം. അത് കണ്ടമാനം വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് മാത്രമല്ല നമ്മുടെ അസുഖം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വേദന സംഹാരികൾ കഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വേദനയ്ക്കൊരു പരിഹാരമല്ല. ഒരു വിദഗ്ധ ഡോക്ടറെ കാണുക, ചികിത്സിക്കുക, വേദനരഹിതമായ ഒരു ജീവിതം നയിക്കുക. ഡോക്ടർ, വളരെയധികം നന്ദി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.